ശ്രീ മഹാഗണപതി അഥവാ ഗണേശൻ അറിവിൻ്റെയും സമൃദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ്. അദ്ദേഹത്തിൻ്റെ ആനത്തല പൊരുത്തപ്പെടൽ അഥവാ അഡാപ്റ്റബിലിറ്റിയുടെയും വൈദഗ്ധ്യം, ശക്തമായ ഓർമ്മശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ ചെറിയ കണ്ണുകൾ ഏകാഗ്രതയെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചെറിയ വായ കുറച്ച് സംസാരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ പ്രതിനിധീകരിക്കുന്നു. ഇന്ദ്രിയങ്ങളിൽ മുഴുകാനുള്ള ഗണപതിയുടെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ കുടവയറിലൂടെയും മോദകത്തോടും ലഡുവിനോടുമുള്ള സ്നേഹത്തിലൂടെയും ചിത്രീകരിക്കപ്പെടുന്നു. ജീവിതത്തിൻ്റെ ഭൗതികവും ആത്മീയവുമായ വശങ്ങളെ ബാലൻസ് ആക്കുന്നതിന് അഥവാ സന്തുലിതമാക്കുന്നതിനെക്കുറിച്ചും ജ്ഞാനത്തിൻ്റെയും നല്ല ഓർമ്മയുടെയും പ്രാധാന്യത്തെക്കുറിച്ചും പൊരുത്തപ്പെടലിൻ്റെയോ അഡാപ്റ്റബിലിറ്റിയുടെയോ പ്രാധാന്യത്തെക്കുറിച്ചും വിലപ്പെട്ട പാഠങ്ങൾ ഗണപതി തൻ്റെ വിവിധ ചിത്രീകരണങ്ങളിലൂടെയും പ്രതീകാത്മകതകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നു. തുടക്കത്തിൻ്റെയും ശുഭസൂചനയുടെയും ദേവനെന്ന നിലയിൽ സ്വയം കണ്ടെത്തലിലേക്കും ആത്മീയ വളർച്ചയിലേക്കുമുള്ള നമ്മുടെ യാത്രയിൽ ഗണപതി നമ്മെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. പുതിയ തുടക്കങ്ങൾക്കായി ഗണേശനെ ആരാധിക്കുന്നത് വ്യാപകമായ ഒരു ആചാരമാണ്. തടസ്സങ്ങൾ നീക്കുന്നവനും ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നവനുമായ ഗണേശൻ്റെ പ്രാധാന്യത്തിൽ വേരൂന്നിയതാണ് ഈ ഒരു ആചാരം. ഗണേശനെ ആരാധിക്കുന്നതിലൂടെ ഭക്തർ അവരുടെ പുതിയ ശ്രമങ്ങൾക്ക് വഴിയൊരുക്കാൻ ശ്രമിക്കുന്നു. ഇത് സുഗമമായ യാത്ര ഉറപ്പാക്കുകയും വിജയത്തിലേക്കുള്ള വഴിയൊരുക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തോടും അറിവിനോടുമുള്ള ഗണേശൻ്റെ ബന്ധം അദ്ദേഹത്തെ പുതിയ തുടക്കങ്ങൾക്ക് മാർഗനിർദ്ദേശം തേടാനുള്ള ഒരു ഉത്തമ ദൈവമാക്കുന്നു. ഗണേശ പൂജ, മോദകം വഴിപാടുകൾ പോലുള്ള ആചാരങ്ങളിലൂടെ ഭക്തർ പുതിയ സംരംഭങ്ങൾക്ക്, അതൊരു ബിസിനസ്സായാലും വിവാഹമായാലും പുതിയ പദ്ധതിയായാലും അവൻ്റെ അനുഗ്രഹം തേടുന്നു. ഗണേശനെ ആരാധിക്കുന്നതിലൂടെ അവൻ്റെ ശക്തിയും അനുഗ്രഹങ്ങളും ഉപയോഗപ്പെടുത്താമെന്നും മുന്നോട്ടുള്ള യാത്ര വിജയകരവും സമൃദ്ധവുമാകുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു.